വെൽക്കം ബാക്ക് ടു വീക്കെൻഡ് അറേബ്യ. നാട്ടിൻ പുറത്തെ ചായക്കടകളെ അനുസ്മരിപ്പിക്കുന്നതാണ് അറബ് ലോകത്തെ ദീവാനിയകൾ. രാഷ്ട്രീയം ഉൾപ്പെടെ എന്തും ഇവിടെ ചർച്ച ചെയ്യുന്നതിന് യാതൊരു വിലക്കുമില്ല. റമദാൻ ആയതോടെ കുവൈത്തിലെ ദീവാനിയകൾ ഏറെ സജീവവുമാണ്. ഓരോ നാട്ടിലും സ്വന്തം പൈതൃകവും സംസ്കാരവുമായി ഇണങ്ങി നിൽക്കുന്നതും ജനങ്ങൾ ആശയസംവേദനത്തിനായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ചില വേദികൾ ഉണ്ടാകാറുണ്ട്. കാലത്തിന്റെ കുത്തൊഴുക്കിൽ നമ്മൾ പലതും കൈവിട്ടു. നാടിന്റെ നന്മകളും നമ്മുടെ സാംസ്കാരിക സൗഗന്ധികങ്ങളും ആ ഒഴുക്കിൽ എവിടൊക്കെയോ നമുക്ക് കൈമോശം വരികയും ചെയ്തു. എന്നാൽ അറബികൾ അങ്ങനെയല്ല. സ്വന്തം ജീവിത നിലവാരത്തിലെ ഏറ്റക്കുറച്ചിലുകളും തങ്ങളുടെ പാരമ്പര്യത്തെയോ ചിട്ടവട്ടങ്ങളെയോ മാറ്റിയെഴുതുന്ന ഒന്നായി അവർ കണക്കാക്കുന്നില്ല. നൂറ്റാണ്ടുകളായി തങ്ങളുടെ നാട് സ്വന്തമായി കരുതിപ്പോരുന്ന സാംസ്കാരിക ചിഹ്നങ്ങളെയോ പൈതൃക നന്മകളെയോ എന്തിന്റെ പേരിലായാലും ഉപേക്ഷിക്കാനും അവർ തയ്യാറല്ല. അത്തരത്തിലൊന്നാണ് ദീവാനിയകൾ. ഒരു വ്യക്തി സമൂഹത്തിന്റെ കൂടി ഭാഗമാണെന്ന ബോധത്തിലാണ് ഓരോ ദീവാനിയകളും കെട്ടി ഉയർത്തപ്പെട്ടിരിക്കുന്നത്. പ്രാദേശിക വർത്തമാനം മുതൽ ഗോളാന്തരീയ സംഭവ വികാസങ്ങൾ വരെ ഓരോ ദിവാനിയകളിലും ചർച്ച ചെയ്യപ്പെടുന്നു. ഒന്നോർത്താൽ നമ്മുടെ നാട്ടിലെ പഴയകാല ചായക്കട സംഗമങ്ങളിലൂടെ നിർവഹിക്കപ്പെട്ടിരുന്ന ചെറുതല്ലാത്ത ഒരു ധർമ്മത്തിന്റെ അറേബ്യൻ പരിപ്രേക്ഷ്യം തന്നെയല്ലേ ഗൾഫ് നാടുകളിലെ ദീവാനിയകൾ. കുവൈറ്റ് ജനതയുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് ദീവാനിയകൾ. 2.5 നൂറ്റാണ്ട് മുമ്പ് ഇന്ന് കാണുന്ന യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ലാതിരിക്കെ മത്സ്യബന്ധനവും മുത്തുവാരലും മാത്രം ജീവിതോപാധികളായിരുന്ന കാലത്ത് തന്നെ ദീവാനിയകൾ കുവൈറ്റിൽ സജീവമായിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാം. ദൈവാനുഗ്രഹത്തിന്റെ അപാരതയിൽ കുടിലുകൾ, കൊട്ടാരങ്ങളും ഖൈമകൾ കമനീയ കെട്ടിടങ്ങളുമായി പരിണമിച്ചിട്ടും വന്ന വഴിയും ശീലിച്ച സാംസ്കാരിക ശീലങ്ങളും ദൂരെ കളയാൻ കുവൈറ്റ് ജനത ഒരുക്കമല്ലെന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്നും സജീവമായി നിലനിൽക്കുന്ന ദീവാനിയകൾ. ഏതാണ്ട് എല്ലാ കുവൈറ്റി വീടുകളോടും അനുബന്ധിച്ച് ദീവാനിയകൾ കാണാം. സാമ്പത്തിക നിലവാരവും കുടുംബമഹിമയും അനുസരിച്ച് കെട്ടിടത്തിന്റെ കാഴ്ചയിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും നിർവഹിച്ചു പോരുന്ന ദൗത്യത്തിന്റെ കാര്യത്തിൽ ഇവയെല്ലാം സമാനങ്ങളാണ്. റമദാനിൽ ദീവാനിയകൾക്ക് പ്രാധാന്യമേറെയാണ്. സുഹൃത്തുക്കൾ ഒന്നിച്ചു നോമ്പ് തുറക്കുകയും നാടിനെക്കുറിച്ചും മറ്റു കാലിക വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തും രാവേറെ ചെല്ലുവോളം സജീവമാകും റമദാനിലെ ദീവാനിയകൾ. രാജ്യത്തെ പൗരപ്രമുഖരുടെ ദീവാനിയകളിൽ അമീറും മറ്റുന്നത ഭരണകർത്താക്കളും സന്ദർശനം നടത്തുന്ന പതിവും വ്രതമാസത്തിലാണ്. ചായ, അറേബ്യൻ കഹ്വ, ഈത്തപ്പഴം, മറ്റു മധുര പലഹാരങ്ങൾ എന്നിവ അതിഥികൾക്കായി എപ്പോഴും തയ്യാറായിരിക്കും എല്ലാ ദീവാനിയകളിലും. ദീവാനിയകളിൽ വിളമ്പുന്ന ചായയ്ക്കുമുണ്ട് പ്രത്യേകതകൾ. ഈത്തപ്പഴത്തിന്റെ പൂങ്കുല മാറ്റിയെടുത്ത മായി ലഖ എന്ന ഔഷധ ഗുണമുള്ള പാനീയം ചേർത്തുണ്ടാക്കുന്ന ചായയ്ക്ക് പ്രത്യേക രുചി തന്നെയാണ്. കുവൈറ്റിൽ ഇത്തവണ ചരിത്രത്തിലാദ്യമായി റമദാനിൽ തെരഞ്ഞെടുപ്പ് വന്നതോടെ മുമ്പൊന്നുമില്ലാത്ത സജീവതയാണ് ദീവാനിയയ്ക്ക് കൈവന്നിരിക്കുന്നത്. വിവര സാങ്കേതിക വിദ്യയുടെ അത്യാധുനിക സങ്കേതങ്ങൾ ഏറെയുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ പ്രധാന കേന്ദ്രങ്ങളാണ് ദീവാനിയകൾ. പാർലമെന്റിലേക്ക് ആരെ തെരഞ്ഞെടുക്കണമെന്ന് ചർച്ച ചെയ്യപ്പെടുന്നതും തീരുമാനമെടുക്കുന്നതുമെല്ലാം വീടുകളോട് ചേർന്നുള്ള ഇത്തരം ആശയ കൈമാറ്റ വേദികൾ വഴിയാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥികൾ പ്രചരണത്തിന്റെ ഭാഗമായി മിക്ക ദീവാനിയകളിലും സന്ദർശനം നടത്തിയിരുന്നു. വോട്ടെടുപ്പ് ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്ത പ്രതിപക്ഷവും മുഖ്യമായും ദീവാനിയകൾ മുഖേനയാണ് ആളുകളെ തങ്ങളുടെ ഒപ്പം ചേർക്കാൻ ശ്രമിച്ചത്. റമദാൻ അവസാനത്തെ 10ലേക്ക് കടക്കുന്നതോടെ കുവൈറ്റികൾ രാത്രി നമസ്കാരങ്ങളിലും പ്രാർത്ഥനകളിലും ശ്രദ്ധ പതിപ്പിക്കുന്നതിനാൽ ആളൊഴിഞ്ഞ ദീവാനികൾ ഈദുൽ ഫിത്തർ ആഘോഷത്തോടെ വീണ്ടും സജീവമാകും.